ഒക്ടോബർ 27-ാം തീയതി നാരായണീയ പാരായണം ഞങ്ങളുടെ മഹിളാ സംഘടനയായിട്ട് ഗുരുവായൂർ നടത്തി. അതിന് ഞാൻ എൻ്റെ കൂട്ടുകാരികളോട്, എൻ്റെ മക്കളെ പോലെയാണ് എൻ്റെ കൂട്ടുകാരികൾ. മക്കളെ അമ്മമ്മ പോരുന്നില്ല, അമ്മമ്മ പോരാണ്ട് പറ്റില്ല, അമ്മമ്മ വരണമെന്നും പറഞ്ഞു. നിങ്ങളെന്നെ പിടിക്കുക, പിന്നെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ആരും പിടിക്കേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ ഭഗവാൻ എൻ്റെ കുട്ടി എന്നെ പിടിച്ച് കയറ്റി കൊണ്ടുപോയി. ആരും പിടിക്കാതെ ഞാൻ ഇറങ്ങിയിട്ട് അവരൊക്കെ എന്നെ പരിഹസിച്ച് ചിരിച്ചു. അമ്മൂമ്മ ഞങ്ങളേലും ആരോഗ്യവതിയായിട്ടാണ് ഓടണത്, എന്താ പിടിക്ക്, ഞങ്ങൾ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലും പോയി. സത്രം പോലെയായിരുന്നു അവിടെ നാരായണീയം. ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരെന്നാണ് ഞങ്ങളെ പറയുക. ആ തൃശ്ശൂർ ജില്ലയുടെ ആയിരുന്നു ആദ്യത്തെ പാരായണം. ഞങ്ങൾ സ്ത്രീകൾ തന്നെ പാരായണത്തിന് ഇറങ്ങിയിരുന്നു. എല്ലാവരും ഒന്നിച്ചാണ് പാരായണം ചെയ്തത്. ഒരു 4 വരി ഒരാൾ പാടിയാൽ 4 വരി ഒരാൾ പാടലാണ് ഞങ്ങൾ അമ്പലത്തിൽ പതിവ്. പക്ഷെ ഗുരുവായൂർ ഞങ്ങൾ പോയ സ്ത്രീകളെല്ലാവരും ഒന്നിച്ച് പാടി. ഇത്രയും സന്തോഷം ഈ വയസ്സുകാലത്ത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ച് ഗുരുവായൂർ കൊണ്ടുപോയി നാരായണീയം നടത്തി. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുറേ കൊല്ലമായി നടത്താറുണ്ട്. പക്ഷെ ഭഗവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ഞങ്ങളുടെ സാമർഥ്യം, ഞങ്ങളുടെ ഉത്സാഹം കൊണ്ടൊന്നല്ല. ഭഗവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ഒരേതരം ഡ്രസ്സ് എടുത്ത് സന്തോഷപൂർവ്വം പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ 4 മണിയായപ്പോൾ തിരിച്ചു പോയി.